എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ SSLC ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സാധാരണ പാഠമല്ല. ലോകപ്രശസ്തനായ വില്യം ഷേക്സ്പിയർ എഴുതിയ ജൂലിയസ് സീസർ എന്ന നാടകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതാണ് ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ. ഇതൊരു പ്രസംഗമാണ്. വളരെ ശക്തമായ, ചരിത്രത്തെ മാറ്റിമറിച്ച ഒരു പ്രസംഗം. എല്ലാവരും റെഡിയല്ലേ? നമുക്ക് ആവേശകരമായ ആ കഥയിലേക്ക് കടക്കാം. ഈ കഥ നടക്കുന്നത് പുരാതന റോമിലാണ്. റോം ഭരിച്ചിരുന്ന ശക്തനായ ഒരു ഭരണാധികാരിയായിരുന്നു ജൂലിയസ് സീസർ. അദ്ദേഹം ഒരുപാട് യുദ്ധങ്ങൾ ജയിച്ച് റോമിന് വലിയ നേട്ടങ്ങൾ കൊണ്ടുവന്നു. അതുകൊണ്ട് ജനങ്ങൾക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ സീസറിന്റെ ഈ വളർച്ചയിൽ ചിലർക്ക് അസൂയയും പേടിയുമുണ്ടായിരുന്നു. അവരായിരുന്നു സെനറ്റിലെ മറ്റംഗങ്ങൾ. അവർ വിചാരിച്ചു സീസർ ഒരു ഏകാധിപതി അഥവാ ഡിക്റ്റേറ്ററായി മാറുമെന്ന്. അങ്ങനെ അവർ സീസറിനെതിരെ ഒരു ഗൂഢാലോചന നടത്തി. അതിൽ പ്രധാനിയായിരുന്നത് ആരാണെന്നോ? സീസറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ബ്രൂട്ടസ്. എന്തൊരു ചതി അല്ലേ? ബ്രൂട്ടസും കൂട്ടരും ചേർന്ന് സെനറ്റിൽ വെച്ച് സീസറിനെ ക്രൂരമായി കുത്തിക്കൊന്നു. ഹോ, എന്തൊരു ദുരന്തം! സീസറിന്റെ കൊലപാതകത്തിനു ശേഷം റോമിലെ ജനങ്ങൾ ആകെ ദേഷ്യത്തിലായി. അവർക്കറിയണമായിരുന്നു എന്തിനാണ് അവരുടെ പ്രിയപ്പെട്ട സീസറിനെ കൊന്നതെന്ന്. അപ്പോൾ ബ്രൂട്ടസ് ജനങ്ങളുടെ മുന്നിൽ ഒരു പ്രസംഗം നടത്തി. അദ്ദേഹം പറഞ്ഞു, ഞാൻ സീസറിനെ സ്നേഹിച്ചിരുന്നു, പക്ഷേ ഞാൻ റോമിനെ അതിനേക്കാൾ കൂടുതൽ സ്നേഹിച്ചു. സീസർ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആളായിരുന്നു. അദ്ദേഹം രാജാവാകാൻ ശ്രമിച്ചു. അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ എല്ലാവരും അടിമകളായി മാറിയേനെ. ഇതു കേട്ടപ്പോൾ ജനങ്ങൾക്കത് ശരിയാണെന്ന് തോന്നി. അവർ ബ്രൂട്ടസിനെ വിശ്വസിച്ചു. അവർ പറഞ്ഞു, ബ്രൂട്ടസ് ഒരു മാന്യനാണ്. അങ്ങനെ ബ്രൂട്ടസ് ജനങ്ങളെ തന്റെ ഭാഗത്താക്കി. എല്ലാവരും ശാന്തരായി. അപ്പോഴാണ് കഥയിലെ അടുത്ത പ്രധാന കഥാപാത്രം വരുന്നത്. അതാണ് മാർക്ക് ആന്റണി. അദ്ദേഹം സീസറിന്റെ വിശ്വസ്തനായ സുഹൃത്തും ഒരു പട്ടാള ജനറലുമായിരുന്നു. സീസറിന്റെ മരണം അദ്ദേഹത്തെ വല്ലാതെ ഉലച്ചു. അദ്ദേഹത്തിന് പ്രതികാരം ചെയ്യണമായിരുന്നു. പക്ഷേ എങ്ങനെ? ബ്രൂട്ടസ് ഇപ്പോൾ ജനങ്ങളുടെ ഹീറോയാണ്. ആന്റണി വളരെ തന്ത്രശാലിയായിരുന്നു. അദ്ദേഹം ബ്രൂട്ടസിന്റെ അടുത്തുപോയി പറഞ്ഞു, ബ്രൂട്ടസ്, എനിക്ക് സീസറിന്റെ ശവസംസ്കാര ചടങ്ങിൽ ഒരു പ്രസംഗം നടത്താൻ അനുവാദം തരണം. ബ്രൂട്ടസിന്റെ കൂടെയുണ്ടായിരുന്ന കാഷ്യസ് പറഞ്ഞു, വേണ്ട, അവനെ അനുവദിക്കരുത്. അവൻ ജനങ്ങളെ നമുക്കെതിരെ തിരിക്കും. പക്ഷേ ബ്രൂട്ടസിന് ആന്റണിയെ വിശ്വാസമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ആന്റണിക്ക് സംസാരിക്കാം, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. എന്തായിരിക്കും ആ കണ്ടീഷൻ? ബ്രൂട്ടസ് പറഞ്ഞു, നീ ഞങ്ങളെ കുറ്റം പറയാൻ പാടില്ല. സീസറിനെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാവൂ. അത് ആന്റണി സമ്മതിച്ചു. ബ്രൂട്ടസ് ജനങ്ങളോട് പറഞ്ഞു, ഇതാ സീസറിന്റെ സുഹൃത്ത് ആന്റണി സംസാരിക്കും. അങ്ങനെ ആന്റണിക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടി. ഇനിയാണ് അസല് കളി തുടങ്ങുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. ആന്റണി പ്രസംഗപീഠത്തിലേക്ക് കയറി. ജനങ്ങളെല്ലാം ബ്രൂട്ടസിനെ പുകഴ്ത്തുന്നു. ആന്റണി തന്റെ പ്രസംഗം തുടങ്ങി. അദ്ദേഹത്തിന്റെ ആദ്യത്തെ വാക്കുകൾ ചരിത്രത്തിൽ ഇടം പിടിച്ചവയാണ്. അദ്ദേഹം പറഞ്ഞു, ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ, ലെൻഡ് മീ യോർ ഇയേഴ്സ്. അതായത് സുഹൃത്തുക്കളെ, റോമാക്കാരെ, നാട്ടുകാരെ, എനിക്ക് ചെവി തരിക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഐ കം ടു ബെറി സീസർ, നോട്ട് ടു പ്രൈസ് ഹിം. അതായത് ഞാൻ വന്നത് സീസറിനെ അടക്കം ചെയ്യാനാണ്, പുകഴ്ത്താനല്ല. ഇത് കേട്ടപ്പോൾ ജനങ്ങൾക്ക് സമാധാനമായി. അവർ വിചാരിച്ചു ആന്റണി ബ്രൂട്ടസിനെ എതിർക്കാൻ പോകുന്നില്ല എന്ന്. പക്ഷേ അതൊരു ആന്റണിയുടെ തന്ത്രമായിരുന്നു. അടുത്ത വരി ശ്രദ്ധിക്കൂ. ദ ഈവിൽ ദാറ്റ് മെൻ ഡു ലിവ്സ് ആഫ്റ്റർ ദം. ദ ഗുഡ് ഇസ് ഓഫൻ ഇന്റേർഡ് വിത്ത് ദർ ബോൺസ്. മനുഷ്യർ ചെയ്യുന്ന തിന്മകൾ അവർക്ക് ശേഷവും ജീവിക്കുന്നു. എന്നാൽ നന്മകൾ പലപ്പോഴും അവരുടെ എല്ലകളോടൊപ്പം കുഴിച്ചുമൂടപ്പെടുന്നു. സോ ലെറ്റ് ഇറ്റ് ബി വിത്ത് സീസർ. സീസറിന്റെ കാര്യത്തിലും അങ്ങനെയാകട്ടെ. ഇവിടെ ആന്റണി പതുക്കെ ജനങ്ങളുടെ മനസ്സിൽ സംശയം വിതയ്ക്കാൻ തുടങ്ങി. പിന്നെ അദ്ദേഹം പറയുന്നു, ദ നോബിൾ ബ്രൂട്ടസ് ഹാത്ത് ടോൾഡ് യു സീസർ വാസ് ആംബിഷ്യസ്. മാന്യനായ ബ്രൂട്ടസ് നിങ്ങളോട് പറഞ്ഞു സീസർ അത്യാഗ്രഹിയായിരുന്നുവെന്ന്. ഇഫ് ഇറ്റ് വേ സോ, ഇറ്റ് വാസ് എ ഗ്രീവിയസ് ഫോൾട്ട്, ആൻഡ് ഗ്രീവിയസ്ലി ഹാത്ത് സീസർ ആൻസർഡ് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ തെറ്റായിരുന്നു. ആ തെറ്റിന് സീസർ വലിയ വില നൽകേണ്ടി വന്നു. ഇവിടെ ആന്റണി ബ്രൂട്ടസിനെ എതിർക്കുന്നില്ലെങ്കിലും ജനങ്ങളെ ചിന്തിപ്പിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയുന്നു, ഫോർ ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ, സോ ആർ ദേ ഓൾ ഓണറബിൾ മാൻ. ഇവിടെയാണ് ഈ പ്രസംഗത്തിലെ ഏറ്റവും വലിയ തന്ത്രം. ഈ ഓണറബിൾ മാൻ എന്ന വാക്ക് അദ്ദേഹം വീണ്ടും വീണ്ടും പറയും. ഓരോ തവണ പറയുമ്പോഴും അതിന്റെ അർത്ഥം മാറിക്കൊണ്ടിരിക്കും. ആദ്യം ബഹുമാനത്തോടെ പറയും, പിന്നെ പരിഹാസത്തോടെ. അതാണ് വെർബൽ ഐറണി. പറയുന്നതൊന്ന്, ഉദ്ദേശിക്കുന്നത് മറ്റൊന്ന്. ഹാഹാ, എന്തൊരു ബുദ്ധി! ഇനി ആന്റണി എങ്ങനെയാണ് ജനങ്ങളുടെ മനസ്സ് മാറ്റുന്നത് എന്ന് നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. ആന്റണി തന്റെ പ്രസംഗം തുടരുകയാണ്. അദ്ദേഹം ജനങ്ങളോട് ചോദിക്കുന്നു, സീസർ ശരിക്കും അത്യാഗ്രഹിയായിരുന്നോ എന്ന്. അദ്ദേഹം ഓരോ ഉദാഹരണങ്ങളായി നിരത്താൻ തുടങ്ങി. ആദ്യം അദ്ദേഹം പറഞ്ഞു, ഹി ഹാഡ് ബ്രോട്ട് മെനി ക്യാപ്റ്റീവ്സ് ഹോം ടു റോം, ഹൂസ് റാൻസംസ് ഡിഡ് ദ ജനറൽ കോഫേഴ്സ് ഫിൽ. അതായത് സീസർ യുദ്ധത്തിൽ പിടിച്ച ഒരുപാട് തടവുകാരെ റോമിലേക്ക് കൊണ്ടുവന്നു. അവരിൽ നിന്ന് കിട്ടിയ മോചനദ്രവ്യം അഥവാ റാൻസം കൊണ്ട് അദ്ദേഹം റോമിന്റെ ഖജനാവ് അഥവാ കോഫേഴ്സ് നിറച്ചു. അല്ലാതെ സ്വന്തം പോക്കറ്റല്ല.
എന്നിട്ട് ആന്റണി ജനങ്ങളോട് ചോദിക്കുന്നു, ഡിഡ് ദിസ് സിൻ സീസർ സീം ആംബീഷ്യസ്? ഇത് സീസറിന്റെ അത്യാഗ്രഹമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ജനങ്ങളൊന്ന് ചിന്തിച്ചു. അല്ലല്ലോ, ഇത് രാജ്യത്തിനു വേണ്ടിയല്ലേ ചെയ്തത്? അപ്പോൾ ആന്റണി വീണ്ടും ആ ഡയലോഗ് അടിച്ചു. യെറ്റ് ബ്രൂട്ടസ് സേസ് ഹി വാസ് ആംബീഷ്യസ് ആൻഡ് ബ്രൂട്ടസ് ഇസ് എൻ ഓണറബിൾ മാൻ. എന്നാലും ബ്രൂട്ടസ് പറയുന്നു അദ്ദേഹം അത്യാഗ്രഹിയായിരുന്നെന്ന്. ബ്രൂട്ടസ് ഒരു മാന്യനാണല്ലോ. ഇപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ സംശയം തുടങ്ങി. അടുത്ത ഉദാഹരണം കേൾക്കൂ. വെൻ ദാറ്റ് ദ പുവർ ഹാഡ് ക്രൈഡ് സീസർ ഹാഡ് വെപ്റ്റ്. പാവപ്പെട്ടവർ കരഞ്ഞപ്പോൾ സീസർ അവരോടൊപ്പം കരഞ്ഞു. എന്തൊരു നല്ല മനുഷ്യൻ! ആംബീഷൻ ഷുഡ് ബി മെയ്ഡ് ഓഫ് സ്റ്റേണർ സ്റ്റഫ്. അത്യാഗ്രഹം ഇതിലും കഠിനമായ ഒന്നുകൊണ്ടായിരിക്കണം ഉണ്ടാക്കേണ്ടത്. ഇത്രയും ദയയുള്ള ഒരാൾക്ക് എങ്ങനെ അത്യാഗ്രഹിയാകാൻ കഴിയും? ഇതും പറഞ്ഞ് ആന്റണി വീണ്ടും ആവർത്തിച്ചു. യെറ്റ് ബ്രൂട്ടസ് സേസ് ഹി വാസ് ആംബീഷ്യസ് ആൻഡ് ഷോർ ഹി ഈസ് എൻ ഓണറബിൾ മാൻ. ഇത്തവണ ഓണറബിൾ മാൻ എന്നതിന് ഒരു പുച്ഛത്തിന്റെ ചുവയുണ്ടായിരുന്നു. ജനങ്ങൾക്ക് കാര്യം പതിയെ മനസ്സിലായി തുടങ്ങി. ഇനിയാണ് ആന്റണിയുടെ മാസ്റ്റർ സ്ട്രോക്ക്. അദ്ദേഹം ജനങ്ങളെ ഓർമ്മിപ്പിച്ചു. യു ഓൾ ഡിഡ് സീ ദാറ്റ് ഓൺ ദ ലൂപ്പർകാൽ ഐ ത്രൈസ് പ്രസന്റഡ് ഹിം എ കിങ്ലി ക്രൗൺ വിച്ച് ഹി ഡിഡ് ത്രൈസ് റെഫ്യൂസ്. ലൂപ്പർകാൽ ഉത്സവത്തിന്റെ അന്ന് ഞാൻ 3 തവണ അദ്ദേഹത്തിന് രാജകിരീടം വെച്ചു നീട്ടി. പക്ഷേ 3 തവണയും അദ്ദേഹം അത് നിരസിച്ചു. എന്നിട്ട് ആന്റണി ഉറക്കെ ചോദിച്ചു, വാസ് ദിസ് എംബീഷൻ? ഇതാണോ അത്യാഗ്രഹം? ഇതൊരു ചോദ്യമായിരുന്നില്ല, അതൊരസ്ത്രമായിരുന്നു. ബ്രൂട്ടസിന്റെ വാദങ്ങളെ തകർത്തെറിഞ്ഞൊരു അസ്ത്രം. അതോടെ ജനങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അവർക്ക് മനസ്സിലായി സീസർ ഒരു അത്യാഗ്രഹിയല്ലായിരുന്നു എന്ന്. ബ്രൂട്ടസ് കള്ളം പറഞ്ഞതാണെന്ന്. ആന്റണി വീണ്ടും പറഞ്ഞു, യെറ്റ് ബ്രൂട്ടസ് സേസ് ഹി വാസ് ആംബീഷ്യസ് ആൻഡ് ഷ്യൂർ ഹി ഈസ് എൻ ഓണറബിൾ മാൻ. ഇപ്പോൾ ജനങ്ങൾ ആർത്തു വിളിക്കാൻ തുടങ്ങി, അല്ല, ബ്രൂട്ടസ് മാന്യനല്ല, അവനൊരു ചതിയനാണ്. കണ്ടോ എങ്ങനെയാണ് ആന്റണി ജനങ്ങളെ കയ്യിലെടുത്തതെന്ന്? ആന്റണി തന്റെ പ്രസംഗം നിർത്തിയില്ല. അദ്ദേഹം പറഞ്ഞു, ഐ സ്പീക്ക് നോട്ട് ടു ഡിസ്പ്രൂവ് വാട്ട് ബ്രൂട്ടസ് സ്പോക്ക്, ബട്ട് ഹിയർ ഐ ആം ടു സ്പീക്ക് വാട്ട് ഐ ഡു നോ. ഞാൻ ബ്രൂട്ടസ് പറഞ്ഞതിനെ തെറ്റാണെന്ന് സ്ഥാപിക്കാൻ വന്നതല്ല, എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ വന്നതാണ്. എന്നിട്ട് അദ്ദേഹം ജനങ്ങളുടെ പഴയ ഓർമ്മകളെ തൊട്ടുണർത്തി. യു ഓൾ ഡിഡ് ലവ് ഹിം വൺസ്, നോട്ട് വിത്തൌട്ട് കോസ്. നിങ്ങളെല്ലാവരും ഒരു കാലത്ത് അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു, ഒരു കാരണവുമില്ലാതെയായിരുന്നില്ല. എന്നിട്ടിപ്പോൾ അദ്ദേഹത്തിനു വേണ്ടി വിലപിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്ന കാരണം എന്താണ്? ഇതൊരു വൈകാരികമായ അഥവാ ഇമോഷണലായ ചോദ്യമായിരുന്നു. ജനങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു. പെട്ടെന്ന് ആന്റണി കരയാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ബെയർ വിത്ത് മീ, മൈ ഹാർട്ട് ഇസ് ഇൻ ദ കോഫിൻ ദെയർ വിത്ത് സീസർ ആൻഡ് ഐ മസ്റ്റ് പോസ്റ്റ് ടിൽ ഇറ്റ് കം ബാക്ക് ടു മീ. എന്നോട് ക്ഷമിക്കണം, എന്റെ ഹൃദയം സീസറിന്റെ കൂടെ ആ ശവപ്പെട്ടിയിലാണ്. അത് തിരികെ വരുന്നതുവരെ എനിക്കൊന്ന് നിർത്തണം. ഇതും പറഞ്ഞ് അദ്ദേഹം മുഖം പൊത്തി കരഞ്ഞു. ഹോ, എന്തൊരു അഭിനയം! ഇത് കണ്ടപ്പോൾ ജനങ്ങളുടെ സങ്കടം ദേഷ്യമായി മാറി. അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, പ്രതികാരം അഥവാ റിവെഞ്ച്, സീസറിന്റെ കൊലപാതകികൾക്ക് ശിക്ഷ നൽകണം. അങ്ങനെ മാർക്ക് ആന്റണി തന്റെ ലക്ഷ്യം നേടി. അദ്ദേഹത്തിന്റെ വാക്കുകൾ റോമിൽ ഒരു ആഭ്യന്തര യുദ്ധത്തിന് അഥവാ സിവിൽ വാറിന് തിരികൊളുത്തി. ബ്രൂട്ടസും മറ്റു ഗൂഢാലോചനക്കാരും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. കണ്ടോ വാക്കുകൾക്ക് എത്ര ശക്തിയുണ്ടെന്ന്? ഒരു പ്രസംഗം കൊണ്ട് ഒരു രാജ്യത്തിന്റെ ഗതി തന്നെ മാറ്റാൻ കഴിഞ്ഞു. അതാണ് ഷേക്സ്പിയറിന്റെ മാന്ത്രികത. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകൾ ഉള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ വേണ്ടി 8006066363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.